ഞങ്ങളെ ഷാൽമാമൻ്റെ തത്താണ് കേട്ടോ. അപ്പം ഞാൻ പോണെ കണ്ടിട്ടും അറിയാമ ഓടി വരാൻ കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ നടന്നു പോവേ. നടന്നു കാല് കടയില്ല, കാരണം എടുത്താണ്. നല്ല രസമുള്ള നല്ല കൃഷികളൊക്കെ നടത്തുന്ന നല്ല ഇതാണ്. പിന്നെ അവിടെ ഒരു തോട്, കുഴപ്പത്തില്ല, നല്ല വെള്ളമൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ നടക്കല്ലേ, നല്ല സപ്പോട്ടന്മാരൊക്കെ ഇട്ട. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മളുടെ പല വേറെ തത്താൾ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ തത്താളൊക്കെ, പക്ഷെ മേടിക്കാൻ കായില്ല. ഹലോ 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 ഹലോ, അതിൻ്റെ സ്റ്റൈലാണ് ഹലോ ഹലോ ഹലോ. അപ്പൊ ഇതാ നമ്മളെ തേടി തുടങ്ങട്ടെ. ഹായ് 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 ബൈ ബൈ ടാറ്റാ ടാറ്റാ. അപ്പൊ ഇയാളും വന്നിട്ടുണ്ട് നമ്മളെ തേടിയിട്ട്. അയ്യോ, മറ്റയാൾ അവിടെ കരയുന്നത് പോലെ. ഒരു ഫോട്ടോ. താങ്ക് യൂടാ. ഹലോ നല്ല ശബ്ദം. ചെവി മുള്ളുന്ന റബ്ബേ. പിന്നെ മോളിൽ ഇതേ സെയിം ചെയ്യാനാണ് കണ്ട. ഇത് തത്താണോ പരുന്താണോ ഹട്ടം കയറി നിൽക്കുന്നു? എനിക്ക് ഒരു കാര്യം പിടുത്തം കിട്ടുന്നില്ല. നല്ല ഗൈസ്, ഇവിടെ നല്ല പുഴകളുണ്ട് ഗൈസ്. അവിടെ ഒരു വെള്ളം മീൻ വരണം നിങ്ങൾ കാണാൻ പറ്റില്ല. അത് നേരെ വരുന്നുണ്ട്. ഇത് ഗോൾഡ് ഫിഷാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വരുന്നുണ്ട്. അമ്മത് സ്പീഡ് വെച്ചിട്ടാ. ഈ കുളം ഒഴിവാക്കിയ കുളമാണ്. ഞാൻ നേരെ വന്നതും ചാമ്പക്ക മരം. ചാമ്പക്കണ്ടിട്ട് വായ ഒതുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ ചാമ്പക്ക കണ്ടിട്ട് ഒതുങ്ങിയിരിക്കാത്ത ഞാൻ എന്ത് ചെയ്ത്, ചാമ്പക്ക കണ്ടിട്ട് ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത ഞാൻ എന്ത് ചെയ്ത്, 3 എത്ര ഉണ്ട്, 5 ചാമ്പക്ക പൊട്ടിച്ചിട്ടോ. പിന്നെ ഗൈസ് നമ്മൾ ഇത് വീട്ടിൽ പോയിട്ട് ഉപ്പും മുളകിട്ട് തിന്നാനേ പ്രയോജനമുള്ളൂ. നേരാ ആ കാണാൻ കൈ നല്ലതിൽ പിടിക്കും. അപ്പോൾ ഒട്ടും കയ്പില്ലാത്ത ചാമ്പക്ക ആയതുകൊണ്ട് ഞാൻ ഒറ്റ ഒരു കടി അടിച്ചിട്ടോ. കയ്പിലാണൊക്കെ ചെയ്യണേ. പിന്നെ ഇവിടെ ഞങ്ങളെ ദുർഗ ചേച്ചിയില്ലേ, നിങ്ങൾക്കറിയായിരിക്കും, ഇൻസ്റ്റയിലൊക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഡോഗ്. പിന്നെ അവിടെ ഭൂപേഷ് ചേട്ടൻ ഓട്ടോയിലാണ് 30 പണിയൊക്കെ, പക്ഷെ എന്നാലും നല്ല. പിന്നെ എവിടെ നിന്നാണ് ഞങ്ങൾ തുടക്കം. ഡ്രാഗൺ ഫ്രൂട്ടാണ് തോന്നുന്നല്ലേ. ഡ്രാഗൺ ഫ്രൂട്ട് അടി, ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഇല്ല, എൻ്റെ സംശയമൊക്കെ ചോദിക്കാണ് എൻ്റെ കുഞ്ഞാ പോയിട്ടുള്ളത്. ആണോ? അതെൻ്റെ കൊണ്ട് കാറ്. നമുക്ക് ആ എണ്ണത്തിന് കാണിച്ചിട്ട് ഇവിടെ കുറച്ച്
അരയണ്ണങ്ങളും കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. 3 അരയണ്ണങ്ങൾ നല്ല സൗണ്ട് കേട്ടോ. അങ്ങോട്ട് കിട്ടും. ഇത് സാധാ പോലെ ഒന്നല്ല. ഞാൻ കാല് വെക്കാൻ പോയത് മക്കളെ പേടി. ഇതിൻ്റെ ഇടയിൽ ഫുള്ളും വരാലും കുട്ടികളാട്ടോ. കണ്ടോ കുറച്ചും വരാലും കുട്ടികൾ ഇടത്തൊന്ന് നിൽക്കാൻ കേട്ടോ. എന്താണ് ഇപ്പം കാട്ടണ റബ്ബേന്ന് ഞാൻ പേടിച്ച് ഇവിടെ നിൽക്കാണ് കാക്കളെ. പോയാൽ നമ്മളൊരു തരി പോലും കിട്ടൂല. അമ്മാതിരി ഇതിലാ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഞാൻ എൻ്റെ ഓമനക്കുട്ടിയെ വിളിക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ചാ ഗായ്സ് കുളത്തിൻ്റെ പേസൊന്ന് പൊക്കി ഗായ്സ്. ഇട്ടടുത്തുണ്ടാവാൻ നോക്കാം. ഇതാണ് ഞാൻ ഊഞ്ഞാല. ഇത് പൊക്കിയ കാരണം എന്താണാവോ ആടാനൊക്കെ എന്തൊരു പേടി. നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ കാണാം. മതി മതി. അവിടെ കുറേ കസാല. ഈ കാണുന്ന കസാലല്ലേ ഇത് ഞാൻ എന്നും വന്നാൽ ഇരുന്നാടും കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ഒരു വലിയ പറമ്പുണ്ട് മക്കളെ. പറഞ്ഞത് നന്നായി മറിയാ. എന്താ ഞങ്ങൾ ഓടിയെന്ന് വെച്ചാ മക്കളെ ഒരു നായനെ കണ്ട്. ഇന്ന് പറയണ്ടല്ലോ, നായനെ കണ്ടാൽ ലോകത്ത് പേടിക്കാത്ത ആരുമില്ലല്ലോ. അതാ നായനെ കണ്ടപ്പോഴും നായ കാണാതെ എസ്കേപ്പ് ആയി ഓടിയതാ. ഞാൻ എവിടെ കണ്ടെന്നാലും നമ്മൾ കളിക്കണം. ഊഞ്ഞാലായിരുന്നു. ഊഞ്ഞാല അപ്പം ഈ ഫേസ് ഇങ്ങനെ കണ്ടാലോ. ചാമ്പക്കയും തിന്നുകൊണ്ടിരിക്കണേ. എനിക്ക് എന്തറിയാനാ. എല്ലാ മാങ്ങാളും മുഷിഞ്ഞ മാങ്ങാളും ഗൈസ്. ഈ ഒരു പാത്രമാണ് ഞങ്ങൾ ഓടിയത്, അതും ഡോഗിനെ കണ്ടിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സെനക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. സെന കം കം കം. ഓളപ്പം ഞങ്ങളുടെ അപ്പൊ വിജയിച്ച് പൊത്തിപ്പിടിച്ചിട്ട് സെൽവേച്ച് ഇതാ. ഇവര് ഓല വിട്ടത് കേട്ടോ. അപ്പോഴും നമ്മൾ വന്നിട്ട് വീഡിയോ എടുക്കണേ. ആ വാഴ മുതൽക്കോല വെട്ടി തിന്ന കോട്ടി വെച്ചതാട്ടോ. അപ്പൊ ഈ കാലാരത നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുമോ? നേരെ കണ്ടിട്ട് നമ്മളെ സരതാട്ടാ. പിന്നെതാ പേരൊന്നും എനിക്ക് അങ്ങനെ പിടുത്തം കിട്ടിയില്ല. പക്ഷെ എന്തായിരുന്നു അയൽവാസിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് പേരങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ കഥ പറഞ്ഞ് മുഴങ്ങിയിരിക്കായിരുന്നു. ആകാശത്ത് നോക്കുമ്പോ എന്താ ലുക്ക് വെച്ചിട്ടാ. ഇത് ക്യാമറയിൽ തെളിയൂല.
പിന്നെ ഇതൊരു മനോഹരമായ പിക്ചേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ തല ടോക്കേണ്ടി വരും കേട്ടോ മക്കളെ. ഇതിൻ്റെ റബ്ബെ എത്ര പോരും. അവിടൊക്കെ കാണായിരുന്നെങ്കിൽ പൂക്കളും ചെടികളും എന്ത് രസം ചേട്ടാ. ചെമ്പരത്തി പൂക്കൾ ഉണ്ടായിക്കണണ്ടാ എന്ത് രസത്തിലാച്ചിട്ടാ. നല്ല വീടും ഈ പരിസരങ്ങൾ കാണാൻ എന്ത് രസല്ലേ. വല്ലാത്തൊരു രസം തന്നെയല്ലേ. ഇവനന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോയി നിൽക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ചെടികൾ. വെള്ള കളറിൽ പോത്തിക്കുന്നുണ്ട. റോസാപ്പൂ ഇതളൊക്കെ പോയിന്ന് തോന്നുന്നു കേട്ടോ. മക്കളെ മാമ കൊട്ടയം സഞ്ചരിച്ചതാ പോടി. ഇതാണ് ഐഷ റിന റിന്ന ഞങ്ങളുടെ പുതിയ കൂട്ടുകാരി കേട്ടോ. എൻ്റെ പേരെന്താ? മുഹമ്മദ് റമി. മുഹമ്മദ് റമി എന്നാണ് അപ്പോൾ ഈ കുട്ടീൻ്റെ പേര്. പഠിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ കേട്ടോ. ഇവനാണെങ്കിൽ പഠിക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയാ ഇവള് മലയാളം മീഡിയാന്നാണ് ഓൻ പറയണത്. അപ്പം ഇതാ സന എത്തിക്കണ്. സനൻ്റെ ഫ്രണ്ടായ ഇവളാണ് കേട്ടോ. ഓനൊന്ന് എന്താ സീലാന്ന് പറഞ്ഞിട്ട് സന ഓനെ തല്ലണേ. ഓനാണെങ്കിൽ ബീന്നും പറയണേ. 3 ഡീലല്ലേ? ഇതാണ് 3 ഡീത്തെ 2 കുട്ടികളാട്ടോ. ഇതാണ് ഞങ്ങളവിടത്തുള്ള ചൊറിയൻ നായ. ഓ മക്കളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ചൊറിയും. ഓ നായ നായ നായെന്നറിയാം. ഇവളെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നായ നായ നായ. ഞാൻ പറഞ്ഞില്ലേ ഒരു ചൊറിയൻ നായ. അതാണ് കേട്ടോ. പക്ഷെ എത്ര പോരും പരുന്തും കാക്കാളനിച്ചിട്ടാ മക്കളെ ആകാശത്ത് ചുറ്റി കിടക്കണം. എനിക്കത് കണ്ടിട്ടുണ്ടെങ്കിലോ ഭ്രാന്തും പിടിക്കും. അപ്പോൾ ബൈ ബൈ, നമുക്ക് നാളെ കാണാം.